കവികളും കവിതാപ്രേമികളും അംഗങ്ങളായ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ സുഹൃത്ത് സംഗമം ശ്രദ്ധേയമായി. പാലക്കാട് കാറൽമണ്ണയിലാണ് കവിത പോലെ മനോഹരമായ കൂട്ടായ്മ നടന്നത്. പാലക്കാട് എം പി രാജേഷും പ്രൊഫസർ മധുസൂദനൻ നായരും വി.ടി. മുരളിയുമെല്ലാം അംഗങ്ങളായ ഈ ഗ്രൂപ്പിൽ കവിത മാത്രമാണ് സംസാര വിഷയം. ഇനിയും പാട്ടും പാടി വഴി വരുവോർതൻ കൂട്ടത്തിലൊന്നീ വി.ടി. മുരളി കവിത ചൊല്ലി തകർക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന് എം.പി. രാജേഷ് എം.പി. തന്റെ പ്രിയ വാട്സാപ്പ് ഗ്രൂപ്പായ കാവ്യാലാപനത്തിൽ ഇങ്ങനെ കുറിച്ചു: മുരളിയെ ശ്രവിക്കുന്നു, മനോഹര അവതരണം. തങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പായ കാവ്യാലാപനത്തിന്റെ സൗഹൃദ സംഗമത്തിനെത്തിയവരായിരുന്നു ഇരുവരും. പ്രൊഫസർ മധുസൂദനൻ നായർ, കരിവള്ളൂർ മുരളി തുടങ്ങി കവികളും കവിതാപ്രേമികളുമായി 100 പേരാണ് ഗ്രൂപ്പിലുള്ളത്. ചെർപ്പളശ്ശേരി TRK ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ രാജീവാണ് ഗ്രൂപ്പിന്റെ കാവിത്തലവൻ അഥവാ അഡ്മിനിസ്ട്രേറ്റർ. കേരളത്തിൽ നിരവധി അക്ഷരശ്ലോക ഗ്രൂപ്പുകളെ പോലുള്ള ഇത്തരത്തിലുള്ള ഓൺലൈൻ ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു കവിതയ്ക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ തന്നെ രാജേഷ് എം.പി. പോലുള്ള ആളുകൾ വന്നു. അദ്ദേഹം വളരെ ആവേശത്തോടെ സ്വീകരിച്ചു. ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് നേതൃത്വം നൽകിയ എം.പി. രാജേഷ് എം.പി. എത്ര തിരക്കുണ്ടെങ്കിലും ഗ്രൂപ്പിൽ സജീവമാണ്. കവിതയെ കൂടുതൽ ജനകീയമാക്കാൻ പുതിയ കാലത്ത് കവിത ജനങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ മാത്രമല്ല, കൂടുതൽ സർഗാത്മക പരീക്ഷണങ്ങൾക്ക് കൂടിയുള്ള വേദിയായിട്ട് ഇത് മാറ്റും. കവിത ചൊല്ലിയും അത് കേട്ട് കമന്റിട്ടും സ്മൈലിയും അടുത്ത കൂട്ടുകാരായതോടെയാണ് ഗ്രൂപ്പംഗങ്ങൾ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ എന്ന പേരിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സംഗമത്തിൽ ഗ്രൂപ്പിലെ 70ഓളം പേർ പങ്കെടുത്തു. അല്ലാത്തവർ പിന്തുണ അറിയിച്ച് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു. കവികളും കവിതാപ്രേമികളും ഒത്തുചേർന്നിടത്ത് കവിത മാത്രമായിരുന്നു ചർച്ച. സാമൂഹ്യ മാധ്യമങ്ങളെ എങ്ങനെ സർഗാത്മകമാക്കാം എന്നതിൻ്റെ കാവ്യോദാഹരണം കൂടിയായി ഈ സൗഹൃദ സംഗമം. റിപ്പോർട്ടർ, പാലക്കാട്.